ഹലോ ഗൈസ്, വെൽക്കം ടു ഡെയിലി പോസ്റ്റ്മാൻ വ്ലോഗ് ഡേ 40. ഇന്നൊരു നല്ല ദിവസമാകുമെന്നുള്ള പ്രതീക്ഷയിൽ രാവിലെ തന്നെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. നേരെ എസ്ഒയിലെത്തി. ഞാൻ ചെന്നപ്പോൾ മെയിലൊക്കെ റെഡിയാവുന്നതേ ഉള്ളൂ. കാത്തിരിപ്പിന് ശേഷം മെയിലൊക്കെ റെഡിയാക്കി നമ്മൾ നേരെ നമ്മുടെ പോസ്റ്റ് ഓഫീസിലെത്തി. ഓഫീസിൽ വന്ന് ബാക്കി പരിപാടികളൊക്കെ തീർത്ത് ഡെലിവറിക്ക് ഇറങ്ങി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ നിലവിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. അത് മറ്റൊന്നുമല്ല, ഫെമിനിസമാണ്. ഫെമിനിസം എന്നത് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ മേലെയാണ് എന്ന് പറയുന്ന ഐഡിയോളജി അല്ല. ഫെമിനിസം പറയുന്നത് ഒരു സിമ്പിൾ ഐഡിയയാണ്: ഇക്വാളിറ്റി അഥവാ സമത്വം. സെയിം എഡ്യൂക്കേഷൻ, സെയിം ഓപ്പർച്യൂണിറ്റി, സെയിം സേഫ്റ്റി, സെയിം റെസ്പെക്റ്റ്. ഒരു ആൺകുട്ടിക്ക് നോർമലായത് ഒരു പെൺകുട്ടിക്ക് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുമ്പോൾ അവിടെയാണ് ഫെമിനിസം സംസാരിക്കുന്നത്. പക്ഷേ ഇന്ന് ചിലർ ഫെമിനിസം ഉപയോഗിക്കുന്നത് റൈറ്റ്സിന് വേണ്ടിയല്ല, തെറ്റുകൾ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. തെറ്റുകൾ ചെയ്താൽ അത് ചോദ്യം ചെയ്യരുത് എന്ന് പറയുന്നത് ഫെമിനിസം അല്ല. ഇക്വാളിറ്റി എന്നത് അവകാശം മാത്രമല്ല, അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ആക്ച്വലി ഫെമിനിസം ഇസ് ജസ്റ്റിസ്, നോട്ട് എ പ്രിവിലേജ്, ആൻഡ് ഓൾസോ എംപവർമെന്റ് ഈസ് സ്ട്രെങ്ത്, നോട്ട് ആൻ എക്സ്ക്യൂസ്. ഫെമിനിസം മിസ്യൂസ് ചെയ്താൽ ഡാമേജ് ആകുന്നത് പുരുഷന്മാർക്ക് മാത്രമല്ല, റിയൽ വുമൺ വിക്ടിംസിന് കൂടിയാണ്. അനീതിയെ ചോദ്യം ചെയ്യുന്നുവെങ്കിൽ ജെൻഡർ നോക്കാതെ അയാൾ ഫെമിനിസത്തെ മനസ്സിലാക്കിയ ആളാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ: ഫെമിനിസം എപ്പോഴും ഡിഫെൻഡ് ചെയ്യപ്പെടണം, പക്ഷെ ഒരിക്കലും മിസ്യൂസ് ചെയ്യരുത്. അവസാനം കത്തുകളൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ്മാൻ്റെ ജീവിതം ഇവിടെ കഴിഞ്ഞു.